ശ്രീമതിയെ നോക്കണം. கொஞ்சம் தள்ளி உட்காருமா. വിഷ്ണുവേട്ടന്റെ അമ്മ മരിച്ചുവെന്ന് അമ്മാവൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പെട്ടെന്നായിരുന്നല്ലേ? അതെ, ഞാനില്ലായിരുന്നു. അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. എവിടെയും ഞാൻ വൈകിയല്ലേ എത്താറുള്ളൂ. മിസ്റ്റർ ഉണ്ണികൃഷ്ണന് ശരിക്കും എന്താണ് അസുഖം? അസുഖാണെന്ന് മാത്രമേ എനിക്കും അറിയൂ. ആരും എന്നോടൊന്നും തുറന്നു പറയുന്നില്ല. അതാ എനിക്ക് ആദ്യം മുഴുവനും. കാര്യമായി ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഭഗവാനെ, അങ്ങനെ തന്നെ ആയിരിക്കണേ. കല്യാണം കഴിഞ്ഞിട്ട് 2 തവണ അമ്മ നാട്ടിൽ വന്നിരുന്നു അല്ലേ? 2 തവണയും ഞാൻ നാട്ടിലുണ്ടായിരുന്നു. മനഃപൂർവ്വം കാണാതിരുന്നതാണ്. ഞാനും. ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് ആവശ്യമാണ്. ഇറ്റ് മേ ടേക്ക് 2 or 3 days. അതുവരെ ഒന്നും പറയാൻ സാധിക്കില്ല. കുറച്ച് ദിവസം ഇവിടെ കഴിയേണ്ടി വരും. Can you be specific, doctor? Can't say. ചിലപ്പോൾ 2 ആഴ്ച, 1 മാസം, and sometimes. Doctor, I am an ex-major of the Indian Army. എന്റെ അടുത്ത് സത്യം പറയണം. I can stand it. രോഗം എത്ര ഭയങ്കരമാണെങ്കിലും അടുത്ത നിമിഷം ഞാൻ മരിച്ചു പോയെങ്കിൽ പോലും. Come on, doctor. Tell me the truth. എന്താ എന്റെ അസുഖം? Oh well, as per medical terms, I mean to say, മേജർ ഭയപ്പെടുന്ന പോലെ it's not that serious. Look here, doctor. ഞാനൊരു കൊച്ചുകുട്ടിയൊന്നുമല്ല. I am an educated man. Tell me. എനിക്കറിയണം. I must know. I have the right to know. Cool down, Major. Cool down. പൂർണ്ണമായി ഡയഗ്നോസ് ചെയ്യാതെ തീർത്ത് പറയാൻ പറ്റില്ല. ബട്ട് വി ആർ സസ്പെക്ടിങ് റൊമാറ്റിക് റപ്ചർ ഓഫ് ദി ആർട്ടിക് വാൽവ്. ഇൻ അതർ വേർഡ്സ്, മേജർ ഹാർട്ടിന്റെ ഒരു വാൽവിന് അല്പം ഡാമേജ് ഉണ്ട്. അത് ഭേദമാക്കാനാവില്ലേ? ചാൻസ് ഉണ്ട്. നമുക്ക് ശ്രമിക്കാം. യെസ് ഡോക്ടർ, ഞാൻ മനസ്സിലാക്കുന്നു. പണ്ട് ബോർഡിങ്ങിൽ താമസിക്കുമ്പോൾ ഞാനൊരു കവിത പഠിച്ചിരുന്നു. എരിഞ്ഞു തീരുന്ന വിളക്കിന് തന്നെക്കുറിച്ചല്ല വ്യാകുലത, തനിക്ക് ശേഷമുള്ള ഇരുട്ടിനെ കുറിച്ചാണെന്ന്. ഹൗ ട്രൂ. ജീവിതം കൊണ്ട് കളിച്ചവനാണ് ഞാൻ. പല പുരുഷായുസ് കൊണ്ട് അനുഭവിക്കേണ്ട സുഖം ആസ്വദിച്ചവനാണ്. മരണം എന്നെ ഒരിക്കലും പേടിപ്പെടുത്തുന്നില്ല. ബട്ട് യു സി ഡോക്ടർ, ഒരു പാവം പെൺകുട്ടിയാ എന്റെ ഭാര്യ. ഇങ്ങനൊരു വിധി അവൾക്ക്, ഐ മീൻ, ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. Don't lose your guts, Major. Be brave. God is great. Of course. We will try to make her happy, doctor. We will. Sister. ആട്ടെ, ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഈ പേരിന്റെ കൂടെയുള്ള സാമൂലാരാ പാർട്ടി? അല്ല, പൊതുവായൊരു ധാരണയ്ക്ക് വേണ്ടി ചോദിച്ചേ ഉള്ളൂ. പപ്പയാ? ഓ, അത് ശരി. ഞാൻ വിചാരിച്ചു വേറെ. ആ, ഇതെന്റെ ഭാര്യ അമ്മു എന്ന് വിളിക്കുന്ന സാക്ഷാൽ മിസസ് ഉണ്ണികൃഷ്ണൻ നായർ. നമസ്കാരം. ഇത് മേഗി സാമുവൽ,
എന്റെ ഇവിടുത്തെ ബോഡി ഗാർഡ്. ആൻഡ് ദിസ് ഈസ് മിസ്റ്റർ വിഷ്ണു, അവർ ഫാമിലി ഫ്രണ്ട്. എക്സ്ക്യൂസ് മീ, ഞാൻ മുറി ശരിയാക്കാം. ഡോക്ടർ എന്ത് പറഞ്ഞു? എന്നെ വഴക്ക് പറഞ്ഞു. ഇത്രയും നിസ്സാരമായ രോഗത്തിന് ഇവിടം വരെ വന്നത് എന്തിനാണെന്നാ ഡോക്ടർ ചോദിക്കുന്നത്. ഏതായാലും നമ്മൾ യാത്ര ചെയ്ത് ഇവിടം വരെ വന്നില്ലയോ, ഇന്ന് തന്നെ പോയാൽ ക്ഷീണമല്ലയോ. അതുകൊണ്ട് ഞാൻ ഡോക്ടറുടെ കൈയും കാലും പിടിച്ച് കെഞ്ചി ഒരു 2 ദിവസം താമസിച്ചോളാൻ സമ്മതിച്ചിരിക്കുക. കമോൺ കമോൺ. ഏയ് നിക്ക് നിക്ക്, വലത്തുകാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറ്. കൊള്ളാം, നല്ല മുറി. ഓ സിസ്റ്റർ, ഒരു സംശയം. ഇവിടെ എന്റെ ഭാര്യയ്ക്കും കിടക്കാവോ? ഭർത്താവിന്റെ കൂടെ അല്ലേ ഭാര്യ കിടക്കേണ്ടത്? യു സെഡ് ഇറ്റ്. ഇനി വേണമെങ്കിൽ വിഷ്ണു സാറിന് ഓഫീസിൽ പോയിട്ട് വരാം. ബട്ട് വൺ തിങ്, എല്ലാ ദിവസവും ഇവിടെ വരണം, അറ്റൻഡൻസും തരണം. അധിക നാൾ വേണ്ടി വരില്ല. വരാതിരുന്നാൽ വലിയ പിഴ അടയ്ക്കേണ്ടി വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്റെ ഫോൺ നമ്പർ ഓഫീസിലും ലോഡ്ജിലും ഫോണുണ്ട്. വാങ്ങിച്ചു വയ്ക്ക്. ബൈ ബൈ. താൻ പോയി ആ ഡോർ നടക്കി. ഇങ്ങടുത്ത് വാ, ഒരു സ്വകാര്യം പറയട്ടെ. നേര് പറയാം. ഡോക്ടർ എന്താണ് പറഞ്ഞത്? എന്നെ തീ തെറ്റിക്കാതെ കാര്യം പറയുന്നേ. സത്യത്തിൽ എന്റെ അമ്മു ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അതാ കുഴപ്പം. ആരും ആരോടും നേര് പറയുകയില്ല. എല്ലാം മനസ്സിലൊളിച്ചു വയ്ക്കും. അതാ എനിക്ക് മനസ്സിലാകും. ഉള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്തൊരാശ്വാസമായിനി പറയുന്നവർക്കും കേൾക്കുന്നവർക്കും. ഐ മീൻ, എങ്കിൽ പിന്നെ സത്യം അറിയുന്നവർ ഇവിടെ തന്നെ താമസിക്കാം അല്ലേ? അല്ല, അതിന് നിന്റെ മുഖം മാറുന്നത് എന്തിനാ? ഈ ഡോക്ടർമാര് കരുതുന്നത് പോലെ എന്റെ രോഗം അത്ര വലിയ സീരിയസ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ നോക്കിക്കേ, ആണെങ്കിൽ തന്നെ ഈ മരണമെന്ന് പറയുന്നത് ജീവിതത്തിലെ അത്ര വലിയ ട്രാജഡി ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനേക്കാൾ എത്രയോ വലിയ ട്രാജഡിയാണ് ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അമ്മ ഇപ്പൊ അനുഭവിക്കുന്നത് തന്നെ. ഭർത്താവിന്റെ രോഗം എന്തെന്നറിയാതെ എന്തും ഏത് നിമിഷവും സംഭവിക്കുമെന്ന് ഭയപ്പെട്ട് നേറിയുള്ള നിന്റെ ഇരിപ്പുണ്ടല്ലോ, അതാ ഏറ്റവും വലിയ ട്രാജഡി. പക്ഷെ മോളെ, നമ്മളെ അത്രയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മോളം ചിരിച്ചേ. ചിരിക്കുന്നേ എന്റെ പൊന്നു മോളല്ലേ. വിഷ്ണുട്ടാ, വിഷ്ണുട്ടൻ ലീവ് എടുത്ത് പോവുകയാണോ? അതെ. വിഷ്ണുട്ടൻ വല്ലാതിരിക്കുന്നല്ലോ. സോറി, നീ അല്പസമയം ഒന്ന് വെറുതെ വിടും.
தம்பி தம்பி இந்த ராதாகிருஷ்ணன் ரூம் எது? ராதாகிருஷ்ணன் ஆ, கேரளாவில இருந்து செக்கப்புக்காக வந்திருக்காங்க ராதாகிருஷ்ணன். அவங்க ஒய்ஃப் கூட இருக்காங்க. பேரு என்னமோ குட்டி குட்டி. குட்டியோ குழந்தையோ எனக்கு தெரியாது, அங்க உள்ள போய் பாருங்க. அந்த பக்கமா? தேங்க்ஸ் ரகனா. சிஸ்டர் சிஸ்டர் இங்க வாங்க. என்ன தெரியுதா? இல்லையே. தெரியல. நான் தான் சொன்னம்மா. இந்த ராதாகிருஷ்ணன் எங்க இருக்காரு? ராதாகிருஷ்ணன் கேரளாவில இருந்து செக்கப் வந்திருக்காங்களே ராதாகிருஷ்ணன். அவங்க ஒய்ஃப் கூட இருக்காங்க. நல்லா அழகா இருப்பாங்க. பேரு ஏதோ குட்டி. தெரியாது? ஒத்தரமா மீசையெல்லாம் வச்சுட்டு அழகா இருப்பான். இந்த தலையில கூட நிறைய இருக்கும். இங்க எல்லாம் நரைச்சிருக்கும். எனக்கு தெரியாது. அந்த பக்கம் போய் கேளுங்க. அங்கயா? என்னப்பா இது? யார கேட்டாலும் அந்த பக்கம் கேளு இந்த பக்கம் கேளுங்கிறாங்க. இது என்ன ஆஸ்பத்திரியா? பைத்தியக்கார ஆஸ்பத்திரியா? ஒரு நிமிஷம். ஐயோ, இது ஆபரேஷன் தியேட்டர். இது 17. டியூட்டி ரூம். ஹலோ சிஸ்டர், குட் மார்னிங். குட் மார்னிங். நம்ம ராதாகிருஷ்ணன் எங்க படிச்சிருக்கேன்? ராதாகிருஷ்ணன் ராதாகிருஷ்ணன் தெரியாது? கேரளாவில இருந்து செக்கப்